നമസ്കാരം, ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് MG ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നറിയപ്പെടുന്ന മാർബിൾ ഗാലറി എന്ന പ്രസ്ഥാനത്താണ്. കോഴിക്കോടാണ് ഈ പ്രസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സജസ്റ്റഡ് വീഡിയോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് പറഞ്ഞിരുന്നൊരു വീഡിയോ മാർബിൾസ്, അതിൽ തന്നെ ഇമ്പോർട്ടഡ് മാർബിൾസിനെ കുറിച്ച് വീഡിയോ ചെയ്യാവുന്നത്. അപ്പോൾ ഇമ്പോർട്ടഡ് മാർബിൾസ് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ഒരു ഷോറൂമാണ് ഈ മാർബിൾ ഗാലറി. അപ്പോൾ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലാണ് ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ കയറി ചെല്ലുന്നത് മാർബിൾ ഗാലറിയിലോട്ട് തന്നെയാണ്. പേര് പോലെ തന്നെ മാർബിൾ ഗാലറി. നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ലിനീഷ് ഭായ് ഉണ്ട്. നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ അറിഞ്ഞത് ഇമ്പോർട്ടഡ് മാർബിൾ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഉപരി വന്നപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഒരുപാട് കാണാൻ സാധിച്ചു. എന്താണ് ഇമ്പോർട്ടഡ് മാർബിൾ എന്ന് പറയുന്നത്? ഇമ്പോർട്ടഡ് മാർബിൾ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന മാർബിളുകൾ. അതായത് ഇറ്റാലിയൻ മാർബിൾ ഉണ്ട്, സ്പെയിൻ, ടർക്കി, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന സാധനങ്ങൾ. ഇതിൽ ഇന്ത്യൻ മാർബിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇന്ത്യൻ മാർബിൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇറ്റാലിയൻ മാർബിളിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ കാണാനുള്ള ഈ ഭംഗി തന്നെ, ഇതിന്റെ ഈ തിളക്കം, ഗ്ലോസിനെസ്, അതിന്റെ ഡിസൈൻസ്, പലതരം കളറ്, അങ്ങനെയൊക്കെ. ഇന്ത്യൻ മാർബിളൊക്കെ ലിമിറ്റഡ് കളേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനത്തെ അതിന്റെ തിളക്കമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ മാർബിൾ ഇപ്പോൾ നമ്മൾ വിരിച്ച് ഒരു 2 വർഷം കഴിഞ്ഞ വീട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കിയാൽ ഈ ഒരു തിളക്കം ഫ്രഷ്നെസ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇന്ത്യൻ മാർബിൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ തിളക്കം ഫെയ്ഡ് ആയി വരും, മങ്ങിപ്പോകും. ഇറ്റാലിയൻ മാർബിൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ തിളക്കം കൂടി വരുള്ളൂ. അതാണ് ഇറ്റാലിയൻ മാർബിളിന്റെ പ്രത്യേകത. മാർബിൾ നമുക്ക് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യാൻ മാർബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വീടിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യാം, ടോയ്ലറ്റിന് യൂസ് ചെയ്യാം, വാൾ ക്ലാഡിങ്ങിന് യൂസ് ചെയ്യാം, അങ്ങനെ പല എക്സ്റ്റീരിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റും, തീർച്ചയായും. എക്സ്റ്റീരിയർ ചെയ്യുന്ന മാർബിൾസ് നമുക്ക് ഇഷ്ടംപോലെ മാർബിളുകൾ ഉണ്ട്. ഈ വന്നിട്ട് ട്രാവറ്റിനോ സീരീസ്, ഇതാ ഇപ്പൊ ഈ കാണുന്ന മാർബിൾ വന്നിട്ട് എക്സ്റ്റീരിയർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മാർബിൾ ആണ്. ഓ, ഇതല്ലേ? അതെ, ട്രാവറ്റിനോ. ഓക്കെ, ഇതിന്റെ സാർ കണ്ടില്ലേ, ഇതിൽ ഈ ഹോൾസ് ഇതൊക്കെ അവര് പക്ക നേച്ചർ അങ്ങനെ തന്നെ എടുത്തു വെച്ച മാതിരി. ഓക്കെ, അതായത് ഈ ഒരു പോറസ് ഫീച്ചർ ഇതിനുള്ളതാണ് അല്ലേ? ട്രാവറ്റിനോ സീരീസിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ പോറസ്, ഇങ്ങനത്തെ ഹോൾസ്, ഫില്ലിംഗ് ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ചെയ്യും. ഇനിയിപ്പോ നേരെ ഇതിപ്പോ ഒരു ടോയ്ലറ്റ് വോളിലേക്ക് പോവുകയാണെങ്കിൽ ഈ സാധനം ഫില്ല് ചെയ്യും. ഈ ഹോളൊക്കെ ഫില്ല് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമ്മൾ ടോയ്ലറ്റ് വോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഭംഗിയാക്കാൻ പറ്റും. ഫ്ലോറിങ്ങിന് വേണമെങ്കിൽ ചെയ്യാം. മെയിൻലി ഈ സാധനങ്ങൾ പോകുന്നത് വാൾ ക്ലാഡിങ്ങിന് പോകുന്ന സാധനങ്ങളാണ്. അതെ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വെളിയിലിട്ടെന്ന് പറഞ്ഞാലും കളർ ഫെയ്ഡിങ്ങോ അങ്ങനെ നാച്ചുറൽ ക്ലൈമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇല്ല, അത് വരാതിരിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചാൽ അത് ലൈഫ് കിട്ടും, നല്ലപോലെ ലോങ് ലൈഫിൽ പോകും. സാധാരണ സൈസ് വരുന്നത് ഒരു 10 അടി വരെ ലെങ്ത് വരാം, 6 അടി 7 അടി വരെ ഹൈറ്റ് വരാം. അതായത് ഒരു സ്ലാബ് വന്നിട്ട് 70 സ്ക്വയർ ഫീറ്റ് ഏരിയ വരെ കവർ ചെയ്യും. 70-75 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യുന്ന സ്ലാബുകൾ വരെ ഉണ്ടാവും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ടൈലാണോ ഗ്രാനൈറ്റ് ആണോ അതോ മാർബിൾ ആണോ യൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. നമുക്ക് അങ്ങനെ ഒന്ന് തരംതിരിച്ച് പറയാൻ സാധിക്കുമോ? ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഫീച്ചേഴ്സ് വ്യത്യസ്തമാണ്. അതെ. മാർബിൾ, ഇറ്റാലിയൻ മാർബിളിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന സംഭവം ലക്ഷറി, കുറച്ചൊരു ലക്ഷറി പ്രോഡക്റ്റ് ആണ്. ഇത് നമുക്ക് വാളിൽ ചെയ്യാൻ പറ്റുമോ? വാളിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും? വാളിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. വാളിൽ നമുക്ക് വാൾ ക്ലാഡിങ്ങിന് വേണമെങ്കിൽ സിറ്റ് ഔട്ട്, ഫ്രണ്ട് ഷോ വാളൊക്കെ ചെയ്യുന്നുണ്ട്. ഷോ വാളിന് ചെയ്യാം, അതേപോലെ തന്നെ ടോയ്ലറ്റ് വാളിന് ചെയ്യാം. സാധിക്കുന്നതാണ്. 5 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കാണുന്നതല്ലേ ഈ ബാത്റൂം വാളൊക്കെ കംപ്ലീറ്റ് വരുന്നത്. ഹോട്ടൽസിൽ എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് മാർബിൾ തന്നെയാണ് അല്ലേ? അതെ. ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, അതായത് ഇപ്പോൾ ടൈൽ ചെയ്യുമ്പോൾ സ്പേസർ ഇട്ട് വിരിക്കുന്നു, ഇതിലോട്ട് വരുമ്പോൾ ജോയിൻ ഫ്രീ എന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. തീർച്ചയായും. ഇറ്റാലിയൻ മാർബിളിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു ഹോൾ ഏരിയ ഇല്ലെങ്കിൽ ഒരു റൂം വിരിച്ചു കഴിഞ്ഞാൽ 5-8 സ്ലാബുകൾ വെച്ചിട്ട് വിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫൈനൽ ഫിനിഷ് ചെയ്ത് വരുന്ന സമയത്ത് ഒരു സിംഗിൾ ഷീറ്റ്, ഒരു കാർപ്പറ്റ്, ഒരു സിംഗിൾ ഷീറ്റ് വിരിച്ച മാതിരി ഒരു ഫീൽ ആയിരിക്കും. കാരണം ഇതിന്റെ ജോയിന്റ്സ് ഒക്കെ അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് പോളിഷ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എനിക്കൊരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോഴത്തേക്കും അതായത് ഇങ്ങനെ കയറി അടുത്ത ടൈലും എല്ലാം ഇങ്ങനെ ആയിരിക്കുമോ കിട്ടുക? അതിന് നമ്മൾ പറയുന്ന ഒരു പേര് ബുക്ക് മാച്ച് എന്ന് പറഞ്ഞ സംഭവം. ബുക്ക് മാച്ചിങ്. അതായത് ഇത് ശരിക്കും ഒരു പുസ്തകത്തിന്റെ താഴെ ഇങ്ങനെ മറിച്ച മാതിരി 2 താഴെ മറിച്ച് വെച്ചാൽ അതിന്റെ ഒരു വരയുള്ള ബുക്ക് ആണെങ്കിൽ 2 ജോയിന്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരില്ല. അതേ സംഭവം ബുക്ക് മാച്ചിങ്. ഇത് കിട്ടി എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാർബിള്
ഇതിന്റെ പ്രോസസ്സിംഗ് മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലോക്ക് ആയിട്ടാണ് ഇത് ആദ്യം ഫസ്റ്റ് കോറിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. പിന്നീട് ഇത് ഫാക്ടറിയിൽ കൊണ്ടുവരും. ഫാക്ടറി കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സാധാരണ മരം കട്ട് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഇതിനെ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സ്ലാബ് ഇപ്പോൾ വലിയൊരു ബ്ലോക്ക് എന്നാണെങ്കിൽ ഒരു 60 സ്ലാബ് 70 സ്ലാബ് കിട്ടും. ഈ ബ്ലോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അതിന്റെ മുകളിൽ നമ്പർ ഇടും. ഫാക്ടറിയിൽ തന്നെ നമ്പർ ഇട്ടു 1 2 3 4. ഇതാണ് ഇതിന്റെ ബേസിക്. എന്നിട്ട് ഈ സാധനം നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് ഈ നമ്പർ പ്രകാരം കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ, നമ്പർ പ്രകാരം കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ കൊടുക്കുന്നത് തെറ്റാണ്. കസ്റ്റമറോട് പിന്നെ നമ്മൾ ചെയ്യുന്ന അനീതിയായിപ്പോ. അതായത് 1 മുതൽ 70 വരെയുള്ള ബ്ലോക്ക് ആണെങ്കിൽ അതിലിപ്പോൾ 20 സ്ലാബ് ആ കസ്റ്റമർക്ക് വേണ്ടെങ്കിൽ ഒന്നുകിൽ 1 മുതൽ 20 വരെ കൊടുക്കും, ഇല്ലെങ്കിൽ 70 ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് 50 വരെ കൊടുക്കും. കസ്റ്റമർ ഈ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിരിക്കുന്ന ആള് ഈ നമ്പർ പ്രകാരം വിരിക്കണം. അതായത് 1-ാം നമ്പർ വിരിച്ചു കഴിഞ്ഞാൽ അടുത്ത 2-ാം നമ്പർ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കണം, 3-ാം നമ്പർ അടുത്ത് കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് ഈ വെയിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ജോയിന്റ് ആയി പോകും. അതാണ് അതിന്റെ മെത്തേഡ്. അതായത് ബുക്ക് മാച്ചിങ് എന്ന് പറയുന്ന സംഗതിയാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ നേരെ സൈഡിൽ കാണുന്ന അതിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതായത് എന്താ പറയാ, നമ്മളെ ഒരു സിനിമയിലൊക്കെ ഒരു സ്പെക്ട്ര പോലെ അല്ലേ ഒരു ഡിസൈൻ. ഇതിപ്പോ സാറ് നോക്കിയാൽ അവിടെ കാണാൻ 4 ഷീറ്റ് ഞങ്ങൾ ഒന്നിച്ച് ഫ്ലോറിൽ വിരിച്ചു വെച്ചാണ്. ഒരു ഡിസൈൻ അതിൽ ഒരു ഡിസൈൻ വന്നു കണ്ടില്ലേ, ഓക്കെ, ഒരു ഡയമണ്ട് വന്ന പോലെ കണ്ടില്ലേ. ഇത് ആ 4 സ്ലാബ് നമ്പർ പ്രകാരം വിരിച്ചാണ്. അതെ, ഇതിപ്പോ ജസ്റ്റ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ ജോയിന്റ്സ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഡിസ്പ്ലേ വെച്ചാൽ അതെ, വിരിക്കുന്ന സമയത്ത് ജോയിന്റ് അടുപ്പിച്ച് അതിന്റെ കെമിക്കലൊക്കെ അപ്ലൈ ചെയ്ത് വിരിച്ച് പോളിഷ് ചെയ്താൽ സിംഗിൾ ഷീറ്റ് പക്കാ സംഗതി ആയിരിക്കും അല്ലേ. ഓക്കെ, ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സാരി അങ്ങനെ വിരിച്ച് നമ്മൾ 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ചേർത്തിട്ട് അങ്ങനെ ഇരിക്കും. മാത്രമല്ല അത്ര എലഗന്റ് ആയിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്യുന്ന സംഗതി. ഇത് മാർബിളിൽ എന്ത് പ്രൊഡക്റ്റ് ആണ് ഇത്? സാർ, ഈ മാർബിള് ശരിക്കും വന്നിട്ട് ഒണിക്സ് മാർബിൾ ആണ്. അതായത് ഒണിക്സ് മാർബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പെർ ലൈറ്റ് പാസ് ചെയ്യുന്ന മാർബിൾ, ട്രാൻസ്പെറന്റ് മാർബിൾ ആണ് ഇത്. പിന്നെ കൂടെ അതിന്റെ ആ ഭംഗിയോ അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന സമയത്ത് ശരിക്കും ഇത് ഒരു വാളിൽ ക്ലാഡ് ചെയ്തിട്ട് പിന്നിന്ന് ലൈറ്റ് കൊടുത്താൽ ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര ഭംഗിയാണ്. ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ഒരു പ്രത്യേകത പലരും ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇത് ബ്രേക്കേജ് സംഭവിക്കുന്നതിനെ കുറിച്ച്. അതെ, ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് മാർബിൾ പൊതുവെ സെൻസിറ്റീവ് മെറ്റീരിയൽ ആണ്. അതായത് ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലുള്ള മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ ഇതിന് എങ്ങനെയാണ് നമ്മൾ ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഇതൊന്നും ആവത്തില്ല. അതിന് മുമ്പേ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് സാറിന് നോക്കിയാൽ കാണാൻ പറ്റും, നെറ്റ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, മെഷ് പോലെ അല്ലേ. ഈ മെഷ് വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ വിരിക്കുന്നത്. അതായത് ഫൈനൽ ഫ്ലോറിൽ ഇടുന്ന സമയം വരെ ഈ മെഷീന്റെ പിന്നിലുണ്ടാവും. പക്ഷെ വിരിക്കുന്ന സമയത്ത് ഈ മെഷ് വലിച്ചിട്ടാണ് വിരിക്കുക. മെഷ് ഒഴിവാക്കും, ഫ്ലോറിൽ വിരിക്കും. ഫ്ലോറിൽ വിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും സംഭവിക്കില്ല. അതിന് മുമ്പ് ക്രാക്കും പൊട്ട് ഒക്കെ ഉണ്ടാവും, ഫില്ലിംഗ് ഉണ്ടാവും, ഒക്കെ ഫില്ല് ചെയ്ത് പോളിഷ് ചെയ്ത് പോവുക. അതിന്റെ കാഴ്ചക്കുള്ള ഭംഗി തന്നെയാണ് അതിന്റെ പ്രധാനം. അപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് നമുക്കിപ്പോൾ ഏതൊക്കെ തിക്നെസ്സിൽ അവൈലബിൾ ആണ് സാർ? ഇറ്റാലിയൻ മാർബിൾ ശരിക്കും വന്നിട്ട് നമുക്ക് 16 mm, 16 mm, 18 mm, 20 mm 3 തിക്നെസ്സിൽ അവൈലബിൾ ആണ്. ഈ 3 തിക്നെസ്സിലാണ് സാധാരണഗതിയിൽ വരുന്നത്. സൈസ് വരുമ്പോൾ 10 അടി അല്ല, സൈസിൽ സാർ പല സൈസും ഉണ്ട്. അതായത് ചെറിയ സ്ലാബ് സാർ ഇപ്പോൾ അവിടെ കണ്ട സ്ലാബ് വന്നിട്ട് 5 അടിയാണ് നീളം, 5 അടി നീളം, ഒരു 4 അടി വീതി. അതായത് ഒരു 5 അടി മുതൽ അങ്ങോട്ടേക്ക് 10 അടി വരെ ലെങ്ത് വരാം. വിടുത്ത് വന്നിട്ട് ഒരു 4 അടി മുതൽ അങ്ങോട്ടേക്ക് ഒരു 6 അടി 7 അടി വരെ വിടുത്തും വരാം. ഓക്കെ, പലരും നമ്മുടെ ചാനലിൽ പലരും ചോദിക്കാറുണ്ട്, ഇപ്പം നമ്മുടെ മുന്നേ ഇതുപോലുള്ള പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുമെന്ന്. ഇതൊരു കട്ട് ചെയ്ത് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് അല്ല അല്ലേ, അങ്ങനല്ലേ? ഒരു ഫുൾ സൈസ് ആയിട്ടാണ് വരിക. അപ്പൊ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഗതി പ്രൈസ് ആണ്. ഇപ്പൊ എല്ലാരും അവസാനം വന്ന് നിൽക്കുന്നത് പ്രൈസിൽ. ഇതൊരു ഇമ്പോർട്ടഡ് മാർബിൾ ആണ് എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ത്യൻ മാർബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലല്ല വരിക. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ തൊട്ട് കൊടുക്കാൻ പറ്റും? സാർ, നമ്മൾ MGയിൽ നമ്മൾ എടുത്തുള്ള ഇമ്പോർട്ടഡ് മാർബിൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 255 രൂപ, 255 മുതൽ നമുക്ക് ഇമ്പോർട്ടഡ് മാർബിൾ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രൈസ് നമുക്ക് കിട്ടി. ഇനി സർവീസിനെ കുറിച്ചുകൂടെ ഒന്ന് പറയാമോ? സർവീസ് സാർ, നമുക്കിപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും, കേരളത്തിന് പുറത്തും ഞങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എവിടെയാണെങ്കിലും പുറത്ത് എവിടെയാണെങ്കിലും നമുക്ക് സർവീസ് അവിടെ കൊടുക്കാൻ പറ്റും, നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും എവിടെയാണെങ്കിലും. ഇനി പ്രധാനമായിട്ട് നമ്മൾ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ഒരു കേസാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർബിള്, അത് ടൈലോ ഗ്രാനൈറ്റ് എന്തും ആയിക്കോട്ടെ, ഇതൊക്കെ ഒരു ചെറിയ പൊട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ഡാമേജ് സംഭവിച്ചായിട്ട് കണ്ടിട്ടുണ്ട് വിരിച്ചതിന് ശേഷം. അത് നമുക്ക് എങ്ങനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? അല്ല അതിന് മുന്നേ ഒരു ഞാൻ എന്താ പറയുകയാണെങ്കിൽ നമുക്ക് പല സ്ഥലത്തും ഇല്ലെങ്കിൽ മാർബിൾ എത്ര വിലപിടിപ്പുള്ള മാർബിൾ ആണെങ്കിലും എത്ര ലക്ഷത്തിന്റെ സാധനമാണെങ്കിലും എടുത്തു കൊണ്ടുപോയിട്ട് ഈ സാധനം ലേ ചെയ്യുന്ന അല്ലെങ്കിൽ വിരിക്കുന്ന മെത്തേഡ് തെറ്റാണെങ്കിൽ സാധനങ്ങൾ കേടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ്, നാച്ചുറൽ സ്റ്റോൺ ഏതാണെങ്കിലും അത് വിരിക്കുന്നതിന് മുമ്പായിട്ട് സാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഫ്ലോറിംഗ് നമ്മളിപ്പോ ഒരു തറ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ
ആദ്യം മണ്ണ് നിറയ്ക്കുകയില്ല. ഈ മണ്ണ് നിറയ്ക്കുന്നതിന് ഒരു തെറ്റായ രീതിയാണ്. ശരിക്കും വന്നിട്ട് അതിൽ ചെയ്യേണ്ടത് പൂഴി അല്ലെങ്കിൽ എംസാൻഡ് ഇങ്ങനത്തെ സാധനങ്ങൾ നിറയ്ക്കുക. ഇനിയിപ്പോൾ മണ്ണ് നമുക്കിപ്പോൾ പൂഴി എംസാൻഡ് ഒക്കെ വലിയ വില കൂടുതലായിട്ട് മണ്ണ് നിറയ്ക്കുക. മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു പോളിത്തീൻ ഷീറ്റ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ PCC ചെയ്ത് അതിന്റെ RCC ചെയ്യണം. RCC ചെയ്തിട്ട് അതിന്റെ മുകളിൽ സ്ക്രീഡ് ചെയ്യുക. അതായത് നമ്മൾ ബെഡ് സെറ്റ് ചെയ്യില്ലേ, ഫ്ലോർ വിരിക്കാൻ വേണ്ടിയിട്ട് പൂഴിയും സിമെന്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ബെഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വിരിക്കാനുള്ള മാർബിളിനെ ശരിക്ക് അതിന്റെ അടിയിൽ ഒരു പ്രൈമർ അടിക്കണം, അണ്ടർസ്റ്റോൺ പ്രൈമർ. അത് ആ പ്രൈമർ, ഇത് നമ്മൾ ചെയ്യുന്ന പ്രൈമർ ഫില എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെയാണ്, Pvt. ഫില എന്ന ഇറ്റാലിയൻ ബ്രാൻഡാണ്, വേൾഡിലെ നമ്പർ 1 ബ്രാൻഡാണ് ഈ കൺസ്ട്രക്ഷൻ കെമിക്കൽസിൽ. അപ്പൊ ഈ ഫില ഇത് അണ്ടർസ്റ്റോൺ പ്രൈമർ ഇത് ഉപയോഗിച്ച് അത് ചെയ്തതിന് ശേഷം ഫ്ലോറിൽ നമ്മൾ മാർബിൾ വിരിക്കും. വിരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ട്. കെമിക്കൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് ടിനെക്സ്, ഇറ്റാലിയൻ ബ്രാൻഡ് തന്നെയാണ് ടിനെക്സ്. ഈ ടിനെക്സിന്റെ കെമിക്കൽസ് എല്ലാം ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ അത് വിരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും വരാനുള്ള സാധ്യതയില്ല. അതായത് അടിയിൽ നിന്ന് ഈർപ്പം മുകളിലേക്ക് കയറാത്ത രീതിയിൽ വേണം മാർബിൾ ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും വിരിക്കാൻ. ഈർപ്പം കയറി കഴിഞ്ഞാൽ കല്ല് കേടായി പോകും. അപ്പോൾ ആ രീതി അത് കസ്റ്റമർ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. തീർച്ചയായും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ കണ്ട ടൈലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോൾ ഫ്ലോറിംഗ് സൊല്യൂഷനിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ബാധിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കറയൊക്കെ പിടിക്കുമ്പോഴത്തേക്കാണ് പലരും അതിലോട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയ ഒരു സംഗതി അവിടെ പറഞ്ഞിരുന്നു, മാർബിളിൽ പറഞ്ഞു. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയാനായിട്ട് നമ്മുടെ പിന്നിലിരിക്കുന്നത് ഫിലയാണ്. ഞാൻ ബാട്ടൺ സിദ്ധാർത്ഥിന് കൈമാറുകയാണ്. പറഞ്ഞോ. നമ്മളിപ്പോൾ ടൈൽസിനെ പറ്റി അറിഞ്ഞു, മാർബിളിനെ പറ്റി അറിഞ്ഞു, റൂഫ് ടൈൽസിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇതൊക്കെ വാങ്ങുന്നു അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നു. പക്ഷെ ഇത് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് ഒബ്വിയസ്ലി കറകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റെയിൻസ്, ലൈക്ക് എനി കൈൻഡ് ഓഫ് സ്റ്റെയിൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിന് പ്രിക്കോഷൻസ് എടുക്കണം. ഒന്ന്, ഇപ്പൊ മാർബിളിന്റെ കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എഫ്ലോറസൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കണം. രണ്ട്, ഇതിന്റെ പുറത്ത് എന്തെങ്കിലും നമ്മൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായും തുടച്ചു മാറ്റാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഇവിടെ നോർമലി അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ക്ലീനേഴ്സിനെ കൊണ്ട് പറ്റിക്കൊള്ളുന്ന നിർബന്ധമില്ല. പറ്റാതിരിക്കാം. പക്ഷെ അങ്ങനത്തെ കേസ് വരുമ്പോഴത്തേക്കും, അതായത് ഈ പറയുന്ന ഫ്ലോറിംഗ് സർഫസ് ക്ലീനിങ് സൊല്യൂഷൻ, സർഫസിൽ എന്ത് തരത്തിലുള്ള കറയാണെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എക്സ്ക്ലൂസീവ്ലി ആയിട്ട് ഫില എന്ന് പറഞ്ഞ ബ്രാൻഡ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവര് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് പ്രൊട്ടക്ടേഴ്സ് ആയിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ലേ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൺസ് ലേ ചെയ്ത് എന്തെങ്കിലും സംഭവിച്ചാലും അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഫില ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി ആഫ്റ്റർ ആൻഡ് ബിഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് ടൈൽസ് ഓർ എനി മെറ്റീരിയൽ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പം എന്ത് തരത്തിലെ കറയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഏറ്റവും മിനിമൽ ആയിട്ട് ലൈക്ക് ഫില ക്ലീനർ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ക്ലീനറാണ്. ലൈക്ക് ഇത് ന്യൂട്രൽ ആണ് ക്ലീനർ. ഓരോ മെറ്റീരിയലിനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാർബിളിൽ യൂസ് ചെയ്യേണ്ട സെയിം ക്ലീനർ ആയിക്കൊള്ളുന്നില്ല ഈ ടൈലിൽ യൂസ് ചെയ്യുന്നത്. വേറെ നാച്ചുറൽ സ്റ്റോണിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ടെറാക്കോട്ട ടൈൽസിൽ യൂസ് ചെയ്യുന്ന സെയിം ക്ലീനർ ആയിക്കൊള്ളുന്നില്ല നമ്മൾ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. സോ ഈ ഫില ക്ലീനർ എന്ന് പറയുന്ന മെറ്റീരിയൽ, പക്ഷേ ഇതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും സിൻസ് ഇറ്റ്സ് ന്യൂട്രൽ, അസിഡിക്കും അല്ല ആൽക്കലൈനും അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ഏത് മെറ്റീരിയലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പക്ഷേ എല്ലാ മെറ്റീരിയലും യൂസ് ചെയ്യാൻ പറ്റില്ല. ടൈൽസ് അതുപോലത്തെ മെറ്റീരിയൽസിലൊക്കെ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് സ്റ്റെയിൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു പ്രൊഡക്റ്റ് ആണ് ഡെറ്റർജന്റ്. പ്രൂവഡ് ആണ്. ലൈക്ക് നമുക്കിപ്പം കണ്ടിട്ടുള്ള ഒരുവിധ എല്ലാ കറകളും, മരത്തിന്റെ കറ, പിന്നെ അതുപോലെ ഓയിൽ, ഗ്രീസ്, ലൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ കറകളും നമുക്ക് ഡെറ്റർജന്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് മാർബിൾ യൂസ് ചെയ്യുന്നതിൽ അതിൻ്റെതായ ബുദ്ധിമുട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ടൈൽ യൂസ് ചെയ്യാം. അഗൈൻ സർവീസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഫിലേന്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് അതിനുള്ള ടീമുണ്ട്. അവർ വന്നിട്ട് ലൈക്ക് എന്ത് ഇഷ്യൂ, ലൈക്ക് എവിടെയാണെങ്കിൽ സൈറ്റ് എന്നുണ്ടെങ്കിലും അവർ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ അവർ സജഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കും. ആദ്യം അവർ ഈ പറഞ്ഞതുപോലെ പാച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ റെക്കമെൻഡ് ചെയ്യും എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒന്നുകൂടി ഈസിയാവും കാര്യങ്ങൾ. എപ്പോക്സി റെസിഡ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു CR10 എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഇത് വെക്കാൻ ഒരു ക്ലീനറാണ്. അപ്പം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം ക്ലീനേഴ്സ് ആയിരുന്നു. ഇനിയിപ്പോൾ അതല്ല, പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പുറത്തുള്ള നമ്മൾ എക്സ്റ്റീരിയർ വാളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഈ പായൽ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരാനുള്ള, ആൽഗെ ഗ്രോത്ത് ഒക്കെ വരാനുള്ള, ഇടയ്ക്ക് കയറിയിരിക്കും ഈ പറഞ്ഞ പോലെ ചെറിയ നാച്ചുറൽ സ്റ്റോണൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഹൈഡ്രോ റെപ്പ് എന്ന് പറയുന്ന സാധനം നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ റെപ്പലന്റ് ആക്കാൻ. നമ്മളിപ്പം
നമ്മളെ ഈ ചേമ്പിന്റെ ഇലയില് ഒരു കോട്ടിങ് പോലെ അതുപോലെ നിൽക്കും ശരിക്കും. ഇതിപ്പോ സ്റ്റോണിന്റെ പുറത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ രണ്ട് സൈഡിലും ഒന്ന് ചെയ്തതും ഒന്ന് ചെയ്യാത്തതുമാണ്. അപ്പൊ ഇതൊക്കെ അബ്സോർബ് ചെയ്തു. ഇത് അബ്സോർബ് ചെയ്യുന്ന സ്റ്റോൺ ആണ്, അതുകൊണ്ട് തന്നെ ഇത് അബ്സോർബ് ചെയ്തു. പക്ഷെ ഇത് കോട്ടിങ് ചെയ്തതാണ്. ഇതിപ്പോ നമ്മൾ കുറച്ച് സമയം ചെയ്തിട്ട് ഇപ്പോഴും പക്ഷേ വെള്ളം അതിന്റെ പുറത്ത് തന്നെ നിൽക്കും, കാരണം തീരെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പീൽ ഓഫ് ആവുന്ന പ്രശ്നം വരുന്നില്ല ഇൻ ഫ്യൂച്ചർ. ഇതിപ്പോ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു പറയാൻ പറ്റുമോ? ഡിപ്പെൻസ് ആണ് നമ്മൾ എന്താണ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്ലീനർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് പ്രൊട്ടക്ടർ ആണ് യൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും. സ്റ്റാർട്ടിംഗ് ഒരു 2500 മുതലൊക്കെ 2500 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നല്ല ഏരിയ നമുക്ക് നല്ല കവറേജ് ഏരിയ. ഫില ക്ലീനറിന്റെ ഒക്കെ കവറേജ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഏത് ക്ലീനറിനെക്കാട്ടും കവറേജ് ഏരിയ കൂടുതലാണ്. 1 ലിറ്ററിൽ അബൌട്ട് 1500 m² വരെ നമ്മൾ ഡെയിലി ക്ലീനിങ്ങിന് യൂസ് ചെയ്യും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16,000 സ്ക്വയർ ഫീറ്റോളം നമുക്ക് 1 ലിറ്റർ വെച്ചിട്ട് ഫില ക്ലീനർ ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ അതല്ല ലൈക്ക് ഫസ്റ്റ് ഇനീഷ്യൽ വാഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറയും. ലൈക്ക് ഒരു 600-700 സ്ക്വയർ ഫീറ്റ്സ് ഒക്കെയാണ്. സ്റ്റെയിൻസിലും നമുക്ക് 2 ടൈപ്പ് വരുന്നുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ളത് വരും, ഇനോർഗാനിക് ആയിട്ട്. അപ്പം ഏത് ടൈപ്പാണ് സ്റ്റെയിൻ, എങ്ങനത്തെയാണ്? ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വുഡ് സ്റ്റെയിൻസ് ഒക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. നമ്മളിപ്പം ചിലപ്പോൾ ഫ്ലോറിംഗ് ചെയ്തതിന് ശേഷമായിരിക്കും അവിടുത്തെ ബാക്കി കാർപ്പൻട്രി വർക്ക് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഈ സാധനം വെച്ചിട്ടും പിന്നെ ഇതിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതിന്റെ താഴെ കറ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലീനേഴ്സ് ഉണ്ട്. നമ്മൾ മറ്റേ കറ നല്ലതാണ്, നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. നോ നീഡ് ടു വറി, ആരാണെങ്കിലും ഞങ്ങളത് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും പലരും ആൾക്കാരും നമ്മോട് ചോദിക്കുന്നതാണ് ടൈലിൽ കറ വീണു. അതിലെല്ലാവർക്കും ഉള്ള ഒരേ ഒരു കറ ഞാൻ കേട്ടിട്ടുള്ളത് മഞ്ഞളിന്റെ കറയാണ്. സർവ്വ ആൾക്കാർക്കും മഞ്ഞൾ കറ വരും. കാര്യം ഇത് കൗണ്ടർ ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ വരുന്നതാണ്. അതൊക്കെ നമുക്ക് ഒരു സിംഗിൾ സൊല്യൂഷന് തീർക്കാൻ പറ്റുന്ന സംഗതിയാണ് ഫില എന്ന് പറയുന്നത് അല്ലേ? ഈ ഒരു സാധനം MP90 Eco Plus എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ പറയുന്ന ഈ കൗണ്ടർ ടോപ്പിൽ വരുന്ന കറകളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പോ പോളിഷ് ചെയ്ത സർഫസിലേക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അല്ലേ? നമുക്കിപ്പം ഇത് അപ്ലൈ ചെയ്യുന്ന ഏരിയാസ് ചിലപ്പോൾ ഈ കൗണ്ടർ ടോപ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഏരിയ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിന് പുറത്ത് നമ്മൾ ഭയങ്കര അസിഡിക് ആയിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഫുഡ് സേഫ് അല്ലാത്തൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് അത് ഹസാഡസ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. ലൈക്ക് ചിലപ്പോൾ എന്തും സംഭവിക്കാം. നമ്മൾ മനുഷ്യനാണ് പെരുമാറുന്നത്, അപ്പോൾ അതിനനുസരിച്ച് എന്തും സംഭവിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ തരത്തിലും സർട്ടിഫൈഡ് ആണ്. ലൈക്ക് കംപ്ലീറ്റ് ടെക്നിക്കൽ ആസ്പെക്ട്സിലാണെങ്കിലും നമുക്ക് എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. എവിടെ എന്ത് അപ്ലൈ ചെയ്യണം നമ്മൾ നോക്കണം എന്നുള്ള ഒറ്റ കാര്യമാണ്. പക്ഷെ എന്ത് പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ഫിലയിലുണ്ട്. അപ്പോൾ പല സ്ഥലത്തും നമ്മൾ ടൈലുകളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ട്, നോക്കാൻ പോയിട്ടുണ്ട്, വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലോറിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് നടക്കുന്നത് പോലെയാണ്. ഒരു സാധനം എടുത്ത് അതിൻ്റെ പണം പെട്ടിയിൽ വീഴുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറഞ്ഞതുപോലെ ഫ്ലോറിംഗ് സൊല്യൂഷനിലാണെങ്കിലും അവസാനം അതിനുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ സംഗതി കിട്ടുന്നത് വരെ ആഫ്റ്റർ അതന്നെ, അതായത് അതിനകത്തുള്ള സൊല്യൂഷൻസ് ഫുള്ള് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് ഒരിക്കൽ കൂടെ താങ്ക് യു. സിദ്ധാർത്ഥിന് നമ്മൾ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പോൾ വീണ്ടും അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഒരു ടോട്ടൽ ഫ്ലോറിംഗ് സൊല്യൂഷനാണ്. മാർബിളിനെ കുറിച്ച് വീഡിയോ സജഷൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചത് മാർബിളിനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയല്ല, നമ്മളൊരു ഫ്ലോറിങ്ങിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ മാർബിൾ ഗാലറിയുടെ നമ്പറും ഡീറ്റെയിൽസും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. അവരുടെ സർവീസ് എന്ന് പറയാൻ 24/7 എന്ന് പറയുന്ന പോലെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രസ്ഥാനം കൂടിയാണ്. ധൈര്യമായിട്ട് വിളിക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വരുന്ന 100% ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ മാർബിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ടൈലും ബാക്കി കാര്യങ്ങളും ഇവിടെ ഇഷ്ടം പോലെ, അതായത് ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തീരാത്തത്ര മാർബിൾസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു മികച്ച വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.